Good morning, dear students. Welcome to A Dream Classroom. നമ്മൾ ഇന്ന് ബ്ലോക്ക് 3 ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജിയിലെ ബ്ലോക്ക് 3 10th യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. 10ാമത്തെ യൂണിറ്റാണ്. അപ്പോൾ ഓരോ യൂണിറ്റുകളും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം ഓരോന്നിൻ്റെയും കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് യൂണിറ്റിൻ്റെ കണ്ടിന്യൂവേഷൻ അങ്ങനെ ആണ്. അതേപോലെ 9th ചാപ്റ്റർ 10th ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ്. അങ്ങനെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ നമ്മൾക്ക് ബ്ലോക്ക് 3 10th യൂണിറ്റിലേക്ക് നോക്കാം. യൂണിറ്റ് 10 അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അസോസിയേഷൻസും ഇൻസ്റ്റിറ്റ്യൂഷൻസും, സംഘടനകളും സ്ഥാപനങ്ങളും. എന്തൊക്കെയാണ് ഈ അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും എന്ന് അതിൻ്റെ ഡെഫിനിഷനിലൂടെയും അതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സിലൂടെയൊക്കെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറയുന്നത് എന്ന് പരിശോധിക്കാം. ആദ്യം നമുക്ക് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അസോസിയേഷൻ, അതായത് അസോസിയേഷന്റെ ഡെഫിനിഷൻ, മീനിങ്ങും ഡെഫിനിഷനും ആണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം, ശ്രദ്ധിച്ചോളൂ. അതായത് as per MacIver, an organization deliberately formed for the collective pursuit of some interest or a set of interest which members share. അതായത് എന്താണ് ഇവിടെ പറയുന്നത്? മാക്കൈവറിന്റെ അഭിപ്രായത്തിൽ an organization deliberately formed for the collective pursuit of some interest or a set of interest which members share. മാക്കൈവറിന്റെ അഭിപ്രായത്തിൽ അംഗങ്ങൾ പങ്കിടുന്ന ചില താല്പര്യങ്ങളുടെ കൂട്ടായ പിന്തുടരലിനെയോ ആണ് എന്ത് പറയുന്നത്? മനഃപൂർവം രൂപീകരിച്ച സംഘടന എന്ന് പറയുന്നത്. An organization deliberately formed for the collective pursuit of some interest or a set of interest which members share. മാക്കൈവറിന്റെ അഭിപ്രായത്തിലെ അംഗങ്ങൾ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്ന, മെമ്പേഴ്സ് അവിടെ എന്താ ചെയ്യുന്നത്? ഷെയർ ചെയ്യുന്ന, അംഗങ്ങൾ പങ്കിടുന്ന ചില താല്പര്യങ്ങളുടെയോ ആ താല്പര്യങ്ങളുടെ കൂട്ടായ പിന്തുടരലിനായി മനഃപൂർവ്വം രൂപീകരിച്ചതാണ് സംഘടന. അപ്പൊ മെമ്പേഴ്സ് ഷെയർ ചെയ്യുന്ന താല്പര്യങ്ങളുടെയോ ആ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില പൊതു താല്പര്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് ഓർഗനൈസേഷൻ അഥവാ അസോസിയേഷൻ എന്നാണ് മാക്കൈവർ വെളിപ്പെടുത്തുന്നത്. അടുത്തതാണ് മോറിസ് ജിൻബർഗ്. എന്താണ് മോറിസ് ജിൻബർഗിന്റെ അഭിപ്രായത്തില് അസോസിയേഷൻ എന്ന് നമുക്ക് പരിശോധിക്കാം. According to Maurice Ginberg, an association is a group of social beings related to one another by the fact that they possess or have instituted in common an organization with a view to securing a specific end or specific ends. അതായത് എന്താണ് അസോസിയേഷൻ എന്നതുകൊണ്ട് മോറിസ് ജിൻബർഗിന്റെ അഭിപ്രായത്തിൽ അസോസിയേഷൻ എന്നത് ഒരു പ്രത്യേക ലക്ഷ്യമോ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളോ നേടുന്നതിനായി ഒരു സംഘടന കൈവശം വെച്ചിരിക്കുന്നതോ പൊതുവായി സ്ഥാപിച്ചിട്ടുള്ളതോ ആയ വസ്തുതയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക ജീവികളുടെ കൂട്ടായ്മയാണ് സംഘടന എന്നാണ് മോറിസ് ജിൻസ്ബർഗ് പറയുന്നത്. ഒരു സ്പെസിഫിക് എൻഡിന് വേണ്ടിയിട്ടോ അതായത് സെക്യൂറിംഗ് എ സ്പെസിഫിക് എൻഡ് ഓർ സ്പെസിഫിക് എൻഡ്സ്, അതായത് ഒരു പ്രത്യേക ലക്ഷ്യമോ നിർദ്ദിഷ്ട ലക്ഷ്യങ്ങളോ നേടുന്നതിന് വേണ്ടി ഒരു സംഘടന കൈവശം വെച്ചിരിക്കുന്നതോ പൊതുവായി സ്ഥാപിച്ചിട്ടുള്ളതോ ആയ വസ്തുതയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക ജീവികളുടെ ഒരു കൂട്ടായ്മയാണ് സംഘടന എന്നാണ് അഭിപ്രായപ്പെടുന്നത്? മോറിസ് ജിൻസ്ബർഗ് അഭിപ്രായപ്പെടുന്നത്. ഡെഫിനിഷൻ ആവുമ്പോൾ നമ്മളതായ രീതിയിൽ പറയാൻ കഴിയില്ല.
എന്താണോ ലൈന് അത് തന്നെ പറയണം. നമ്മളതായ രീതിയിൽ ലൈനിനെ മാറ്റം ചെയ്ത് പറയാൻ കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതേ രീതിയിൽ തന്നെ പറഞ്ഞു തരുന്നത്. അപ്പൊ അക്കോർഡിംഗ് ടു മോറിസ് ജിൻബർഗിന്റെ അഭിപ്രായത്തിൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ലക്ഷ്യങ്ങളോ നേടുന്നതിനായി എന്താണ് ഒരു സംഘടന കൈവശം വെച്ചിരിക്കുന്നതോ പൊതുവായി സ്ഥാപിച്ചിട്ടുള്ളതോ ആയ വസ്തുതയാൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സാമൂഹിക ജീവികളുടെ ഒരു കൂട്ടമാണ് സംഘടന എന്നാണ് മോറിസ് ജിൻബർഗ് അസോസിയേഷനെ വ്യക്തമാക്കുന്നത്. അപ്പൊ ഈ രണ്ടെണ്ണം ഇതിൽ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ, ഡെഫിനിഷൻ. ഇനി നമുക്ക് അസോസിയേഷന്റെ പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. എന്തൊക്കെ സ്വഭാവ സവിശേഷതയാണ് അസോസിയേഷൻ ഉള്ളത്, എന്തൊക്കെ സ്വഭാവ സവിശേഷതയിലൂടെയാണ് ഒരു അസോസിയേഷൻ കടന്നു പോകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഇവിടെ പറയുന്നു അസോസിയേഷൻ എ ഹ്യൂമൻ ഗ്രൂപ്പ്. അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ഗ്രൂപ്പാണ്. അതേപോലെ കോമൺ ഇൻട്രസ്റ്റ്, പൊതുവായ താല്പര്യങ്ങൾക്കായിരിക്കും അസോസിയേഷൻ പ്രാധാന്യം കൊടുക്കുക. പിന്നെ അസോസിയേഷൻ ആസ് ആൻ ഓർഗനൈസേഷൻ, അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സംഘടനയാണ്. റെഗുലേഷൻ ഓഫ് റിലേഷൻ, ഒരുപാട് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കോപ്പറേറ്റീവ് സ്പിരിറ്റ് ആണ്. മെമ്പർഷിപ്പ് ഓഫ് വോളണ്ടറി, അതിൽ അംഗത്വം എന്ന് പറയുന്നത് വോളണ്ടറി ആണ്. അസോസിയേഷൻ ആസ് ഏജൻസീസ്, അസോസിയേഷൻ ഒരു സംഘടനയാണ്. അസോസിയേഷൻ ആസ് കോപ്പറേറ്റ് ക്യാരക്ടർ, അസോസിയേഷൻ എപ്പോഴും ഒരു സഹകരണ സ്വഭാവമായിരിക്കും, കോപ്പറേറ്റ് ക്യാരക്ടർ ആയിരിക്കും. 9ാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ഡ്യൂറബിലിറ്റി ഓഫ് അസോസിയേഷൻ, ഒരുപാട് കാലം നിലനിൽക്കുന്നതായിരിക്കും ഏത് അസോസിയേഷൻ. അപ്പോ ഇതിൽ 9 പോയിന്റ്സ് ആണ് അതിന്റെ ക്യാരക്ടർ ആയിട്ട് പറയുന്നത്. അപ്പൊ മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പഠിക്കുമ്പോ എന്താണ് അസോസിയേഷൻ എന്നതിന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കുക, അതിനോടൊപ്പം തന്നെ പോയിന്റ്സുകൾ മനസ്സിലാക്കുക. ഇപ്പൊ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസോസിയേഷൻ എന്നൊരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ അതിന്റെ പോയിന്റ്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കുക. പോയിന്റ്സ് എഴുതിയതിന് ശേഷം മാത്രം ഓരോ പോയിന്റ് നമ്മളതായ രീതിയിലൂടെ നിങ്ങളെ ക്ലാസ് കേട്ട് മനസ്സിലാക്കി നിങ്ങളുടെ മെറ്റീരിയലിൽ നിങ്ങൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ മെറ്റീരിയലിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളതായ രീതിയിൽ വേണം ഓരോ പോയിന്റിനും നിർവചനം കൊടുക്കേണ്ടത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ നമുക്ക് ഓരോ പോയിന്റിന്റെയും നിർവചനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. അപ്പൊ ടീച്ചർ പറഞ്ഞു അസോസിയേഷൻ എന്ന് പറയുന്നതിന്റെ അതിന്റെ ക്യാരക്ടറിലെ ഫസ്റ്റ് പോയിന്റ് ആണ് അസോസിയേഷൻ എ ഹ്യൂമൻ ഗ്രൂപ്പ്. അസോസിയേഷൻ എന്താണെന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഗ്രൂപ്പാണ്. അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ഗ്രൂപ്പാണ്. ഹ്യൂമൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഹ്യൂമൻ മീൻസ് മനുഷ്യരുടെ ഗ്രൂപ്പാണ് അസോസിയേഷൻ. ശ്രദ്ധിച്ചോളൂ. ബൈ ദ ടേം ഗ്രൂപ്പ് ഹിയർ മീൻസ് കളക്ഷൻ ഓഫ് സോഷ്യൽ ബീയിങ് who share distinctive social relationship with one another as group which refers to respectively between its member. അതായത് അസോസിയേഷൻ ഒരു മനുഷ്യ ഗ്രൂപ്പാണ്, ഹ്യൂമൻ ഗ്രൂപ്പാണ് എന്ന് പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ് അതിനെ അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ് അതിന്റെ പ്രത്യേകതയിൽ എന്ന് നമുക്ക് പരിശോധിക്കാം. അസോസിയേഷൻ ഒരു ഹ്യൂമൻ ഗ്രൂപ്പാണ് എന്ന് പറയാനുള്ള കാരണം നമുക്കറിയാം. ബൈ ദ ടേം ഗ്രൂപ്പ് ഹിയർ മീൻസ് കളക്ഷൻ ഓഫ് സോഷ്യൽ ബീയിങ് ഹു ഷെയർ ഡിസ്റ്റിങ്റ്റീവ് സോഷ്യൽ റിലേഷൻ വിത്ത് വൺ അനദർ. അതായത് ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ ഗ്രൂപ്പ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹികമായ പരസ്പര വ്യത്യസ്തമായ സാമൂഹിക ബന്ധങ്ങൾ പങ്കിടുന്നു. അസോസിയേഷൻ എന്ന് പറയുന്നത് ഒരു സാമൂഹിക ബന്ധം പങ്കിടുന്ന ഒന്നാണ്. ഷെയർ ഡിസ്റ്റിങ്റ്റീവ് സോഷ്യൽ റിലേഷൻ വിത്ത് വൺ അനദർ, ഒരാൾ മറ്റൊരാളുമായി സാമൂഹിക ബന്ധം ഷെയർ ചെയ്യുന്നതാണ്, അതാണ് അസോസിയേഷൻ. അപ്പൊ ഇവിടെ അസോസിയേഷൻ ഒരു മനുഷ്യ ഗ്രൂപ്പാണ് എന്ന് പറയാൻ കാരണം ഇവിടെ ഗ്രൂപ്പ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് സാമൂഹികമായ വ്യത്യസ്ത സാമൂഹിക ബന്ധങ്ങൾ പങ്കിടുന്നു. മാത്രല്ല ഗ്രൂപ്പ് എന്ന നിലയിൽ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്.
ഓഫ് ഗ്രൂപ്പ് വിച്ച് റെഫേഴ്സ് റെസ്പെക്റ്റീവ്ലി ബിറ്റ്വീൻ ഈസ് മെമ്പേഴ്സ്. അംഗങ്ങൾ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് ആ ഗ്രൂപ്പ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അസോസിയേഷൻ എ ഹ്യൂമൻ ഗ്രൂപ്പ് എന്ന് പറയാനുള്ള കാരണം. അസോസിയേഷൻ എ ഹ്യൂമൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അസോസിയേഷനിലെ മാനുഷിക ഗ്രൂപ്പുകളായിരിക്കും ഉണ്ടായിരിക്കുക. അവർ പരസ്പര ബന്ധങ്ങൾ ഷെയർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് എന്ന നിലയിൽ അംഗങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. And then, therefore, here association as a group expressly organized around a particular interest. മാത്രല്ല പ്രത്യേക താല്പര്യത്തിന് ചുറ്റും ക്രമീകരിച്ച ഗ്രൂപ്പായി ഇവിടെ അസോസിയേഷൻ മാറുന്നു. പ്രത്യേക താല്പര്യങ്ങൾക്കായിരിക്കും ഈ ഗ്രൂപ്പ് പ്രാധാന്യം കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോയിന്റ് കഴിഞ്ഞ രണ്ടാമത്തെ പോയിന്റ് കോമൺ ഇൻട്രസ്റ്റ്, പൊതു താല്പര്യങ്ങൾ. എന്താണ് പൊതു താല്പര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് കളക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ബട്ട് അസോസിയേഷൻ ആസ് എ ഡിസ്റ്റിൻക്റ്റ് സോഷ്യൽ ഗ്രൂപ്പ് ഇൻ ടേം ഓഫ് ഇൻട്രസ്റ്റ് ആസ്പെക്ട് ഓഫ് അസോസിയേഷൻ. വ്യക്തികളുടെ ഒരു ശേഖരം മാത്രമല്ല, മറിച്ച് കൂട്ടായ്മയുടെ താല്പര്യവശത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക സാമൂഹിക ഗ്രൂപ്പ് എന്ന നിലയിൽ കൂട്ടായ്മയാണ് ഇൻട്രസ്റ്റ് ആസ്പെക്ട് ഓഫ് അസോസിയേഷൻ. ഒരു വ്യക്തിയുടെ ഗ്രൂപ്പായിട്ടല്ല അസോസിയേഷൻ നിലകൊള്ളുക. ഒരു ഗ്രൂപ്പായിട്ട് പൊതുവായ താല്പര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഗ്രൂപ്പായിട്ടുള്ള ഒരു സംഘടനയായിരിക്കും അസോസിയേഷൻ. അതുകൊണ്ടാണ് അതിനെ കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയാനുള്ള കാരണം. ഒരു വ്യക്തിയുടെ മാത്രല്ല, മൊത്തത്തിൽ എല്ലാവരുടെയും ഗ്രൂപ്പായിട്ട് ഒരു ഗ്രൂപ്പായി നിലനിന്നുകൊണ്ട് എല്ലാവരുടെയും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന, എല്ലാവരുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒന്നായിരിക്കും ഏത് അസോസിയേഷൻ. അതുകൊണ്ടാണ് കോമൺ ഇൻട്രസ്റ്റ് എന്ന് പറയാനുള്ള കാരണം. മൂന്നാമത്തെ പോയിന്റ് ആണ് അസോസിയേഷൻ ആസ് ആൻ ഓർഗനൈസേഷൻ. അസോസിയേഷനെ നമുക്ക് എന്ത് പറയാം? ഓർഗനൈസേഷൻ എന്ന് പറയാം, സംഘടന എന്ന് പറയാം. എന്തുകൊണ്ടാണ് അസോസിയേഷനെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്ന് നോക്കൂ. അസോസിയേഷൻ ഒരു സംഘടനയാണ് എന്ന് പറയാനുള്ള കാരണം എന്താ എന്ന് നമുക്ക് പരിശോധിക്കാം. അസോസിയേഷൻ ഡിനോട്ട് സം കൈൻഡ് ഓഫ് ഓർഗനൈസേഷൻ. അസോസിയേഷൻ ഒരു സംഘടനയാണ്. ഞാൻ പറയാനുള്ള കാരണം എന്താ? An association is known essentially as an organized group. കാരണം അസോസിയേഷൻ ഒരു സംഘടനയാണ് എന്ന് പറയാനുള്ള കാരണം അത് സംഘടിത സംഘം എന്നാണ് അറിയപ്പെടുന്നത്. അസോസിയേഷൻ ഈസ് നോൺ എസെൻഷ്യലി ആസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. ഗ്രൂപ്പ് പറഞ്ഞാൽ സംഘം, ഓർഗനൈസ്ഡ് പറഞ്ഞാൽ എന്താണ്? സംഘടിത സംഘം. അസോസിയേഷനെ എപ്പോഴും അറിയപ്പെടുന്നത് ഒരു സംഘടിത സംഘം എന്നാണ്. അസോസിയേഷൻ ഈസ് നോൺ എസെൻഷ്യലി ആസ് ആൻ ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്. അസോസിയേഷനെ എപ്പോഴും അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നാ പറയുന്നത്? സംഘടിത സംഘം. അതുകൊണ്ടാണ് അസോസിയേഷൻ ഒരു ഓർഗനൈസേഷൻ ആണ് എന്ന് പറയാനുള്ള കാരണം. ദ ക്യാരക്ടർ ഓഫ് ഓർഗനൈസേഷൻ ഗിവൻ സ്റ്റെബിലിറ്റി ആൻഡ് പ്രോപ്പർ ഷേപ്പ് ടു ആൻ അസോസിയേഷൻ. ഒരു സംഘടന, ഒരു കൂട്ടായ്മയ്ക്ക് സ്ഥിരതയും അതേപോലെ തന്നെ ശരിയായിട്ടുള്ള രൂപവും നൽകുന്നത് അസോസിയേഷൻ ആണ്. ഒരു ഓർഗനൈസേഷന് ശരിയായിട്ടുള്ള നിലനിൽപ്പും ഒരു രൂപവും ഒക്കെ നൽകുന്നത് അസോസിയേഷൻ ആണ്. അതുകൊണ്ടാണ് അസോസിയേഷനെ എന്ന് വിളിക്കാനുള്ള കാരണം? സംഘടിത സംഘം എന്ന് വിളിക്കാനുള്ള കാരണം. അസോസിയേഷനെ സംഘടിത സംഘം എന്ന് വിളിക്കാനുള്ള കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല്, ഒരു ഓർഗനൈസേഷന് വേണ്ട സ്ഥിരതയും ഷേപ്പും രൂപവും ഒക്കെ നൽകുന്നത് ആരാണ്? അസോസിയേഷൻ ആണ്. അതുകൊണ്ടാണ് അസോസിയേഷനെ ഓർഗനൈസ്ഡ് സംഘം എന്ന് വിളിക്കാനുള്ള കാരണം. അടുത്ത പോയിന്റ് ആണ് റെഗുലേഷൻ ഓഫ് റിലേഷൻ. നിയന്ത്രണങ്ങളുടെ ബന്ധം എന്ന് പറയാം. റെഗുലേഷൻ ഓഫ് റിലേഷൻ. എന്താണ് റെഗുലേഷൻ ഓഫ് റിലേഷൻ എന്ന് നമുക്ക് നോക്കാം. എവരി അസോസിയേഷൻ ഹാസ് ഇറ്റ്സ് ഓൺ വേസ് ആൻഡ് മീൻസ് ടു റെഗുലേറ്റ് ദ ബിഹേവിയർ റിലേഷൻ ഓഫ് ഹിസ് മെമ്പേഴ്സ്. ഓരോ മെമ്പേഴ്സിന്റെയും
സ്വഭാവത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നത് ഏതിന്റെ പ്രത്യേകതയാണ്? അസോസിയേഷന്റെ പ്രത്യേകതയാണ്. ഓരോ മെമ്പേഴ്സിന്റെയും ബിഹേവിയറിന്, സ്വഭാവത്തിന് നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക എന്നത് ഏതിന്റെ പ്രത്യേകതയാണ്? അസോസിയേഷന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് റെഗുലേഷൻ ഓഫ് റിലേഷൻ എന്ന് ഏതിനെ വിളിക്കാനുള്ള കാരണം? അസോസിയേഷനെ വിളിക്കാനുള്ള കാരണം. അടുത്തതാണ് മെമ്പർഷിപ്പ് വോളണ്ടറി. മെമ്പർഷിപ്പ് വോളണ്ടറി എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? അസോസിയേഷനെ ഒരു മെമ്പർഷിപ്പ് വോളണ്ടറി എന്ന് വിളിക്കാനുള്ള കാരണം എന്തുകൊണ്ടാ എന്ന് നമുക്ക് നോക്കാം. കാരണം ശ്രദ്ധിച്ചോളൂ, മെമ്പർഷിപ്പ് ഇൻ അസോസിയേഷൻ ഈസ് വോളണ്ടറി. അസോസിയേഷനെ ഒരു മെമ്പർഷിപ്പ് വോളണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അംഗത്വം സ്വമേധയുള്ളതാണ്. മെമ്പർഷിപ്പ് വോളണ്ടറി പറഞ്ഞാൽ സ്വമേധ. അപ്പൊ അംഗത്വം സ്വമേധയുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം എന്താ? മെമ്പർഷിപ്പ് ഇൻ അസോസിയേഷൻ ഈസ് വോളണ്ടറി. അസോസിയേഷനിലെ അംഗത്വം സ്വമേധയുള്ളതാണ്. മെമ്പർഷിപ്പ് ഇൻ അസോസിയേഷൻ ഈസ് വോളണ്ടറി. അസോസിയേഷനിലെ മെമ്പർഷിപ്പ് സ്വമേധയുള്ളതാണ്. നമുക്കറിയാം ഏത് സംഘടന, ഇപ്പൊ ഒരു തൊഴിലാളി യൂണിയൻ, അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സ് അസോസിയേഷൻ, അല്ലെങ്കിൽ ലേബേഴ്സ് അസോസിയേഷൻ, അങ്ങനെ ഒരുപാട് അസോസിയേഷൻ ഉണ്ട്. ആരും അതിലേക്ക് ആളുകളെ നിർബന്ധിച്ചിട്ട് അംഗം ആക്കൊന്നുമില്ല. നമ്മളെ ഇഷ്ടമാണ്. നമ്മളല്ല അത് അംഗമാവണോ എന്ന് നമ്മളാണ് തീരുക്കുക. മഹിളാ അസോസിയേഷൻ, അങ്ങനെ ഒരുപാട് അസോസിയേഷനുകൾ നമ്മളുടെ സൊസൈറ്റിയിൽ നിലകൊള്ളുന്നുണ്ട്. അപ്പൊ ഓരോ അസോസിയേഷനിലും അംഗമാകണമെന്ന് ആരാ തീരുമാനിക്കുക? നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അതുകൊണ്ടാണ് അസോസിയേഷൻ സ്വമേധ ഉള്ളതാണ് എന്ന് പറയാനുള്ള കാരണം. ഒരു അസോസിയേഷൻ എന്ന് പറയുന്നത് സ്വമേധ ഉള്ളതാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അത് നമുക്ക് വേണമെങ്കിൽ അതിലേക്ക് എന്ത് ചെയ്യാം? അംഗമാവാം. അതുകൊണ്ടാണ് അസോസിയേഷൻ സ്വമേധ ഉള്ള ഒന്നാണ് എന്ന് പറയാനുള്ള കാരണം. അസോസിയേഷൻ മെമ്പർഷിപ്പ് ഇൻ അസോസിയേഷൻ ഈസ് വോളണ്ടറി. അസോസിയേഷനിലെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് സ്വമേധയാണ്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ഇൻഡിവിജ്വൽ ചോയ്സ് ആസ് പെർ ദിയർ ഇൻട്രസ്റ്റ്. ഓരോ ഇൻഡിവിജ്വൽസിന്റെയും താല്പര്യത്തിനനുസരിച്ചിട്ടാണ്, ചോയ്സിനനുസരിച്ചിട്ടാണ്. ഇൻ ഫാക്ട് ഇൻഡിവിജ്വൽ ആർ ദ ലിബർട്ടി ടു ജോയിൻ ദം. ഏതൊരു ഇൻഡിവിജ്വലിനും അത് സ്വതന്ത്രമായിട്ട് അതിൽ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്യാം. അതുകൊണ്ടാണ് അസോസിയേഷന്റെ മെമ്പർഷിപ്പ് എന്താണ് എന്ന് പറയാനുള്ള കാരണം? വോളണ്ടറി ആണ്, സ്വമേധയുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്തതാണ് അസോസിയേഷൻ ആസ് ഏജൻസീസ്. അസോസിയേഷൻ ഒരു ഏജൻസിയാണ് എന്ന് അവിടെ പറയുന്നത്. അതായത് അസോസിയേഷൻ എന്തായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്? ഒരു ഏജൻസി ആയിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് അസോസിയേഷൻ ഒരു ഏജൻസിയാണ് എന്ന് പറയാനുള്ള കാരണം? അസോസിയേഷൻ ആർ മീൻസ് ഓർ ഏജൻസി ത്രൂ വിച്ച് ദയർ members realize their similar or share interest. Such social organization necessarily act not merely through leaders but through official or representative as agencies. അസോസിയേഷൻ ഒരു ഏജൻസിയാണ് എന്ന് പറയാനുള്ള കാരണം, അസോസിയേഷനുകൾ എന്നത് അവരുടെ അംഗങ്ങൾ അവരുടെ സമാന താല്പര്യങ്ങൾ തിരിച്ചറിയുകയും അത്തരം സാമൂഹിക സംഘടനകൾ നേതാക്കളിലൂടെ മാത്രമല്ല ഏജൻസികളായി ഉദ്യോഗസ്ഥരുകളിലൂടെയോ പ്രതിനിധികളിലൂടെയോ പ്രവർത്തിക്കുന്നു. അപ്പോ അസോസിയേഷൻ ഒരു ഏജൻസിയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണ്? അസോസിയേഷൻ ഏജൻസിയായി പ്രവർത്തിക്കാനുള്ള കാരണം അസോസിയേഷനുകൾ എന്നത് അവരുടെ അംഗങ്ങളുടെ താല്പര്യങ്ങൾ തിരിച്ചറിയുകയും അതുകൊണ്ട് തന്നെ സാമൂഹിക സംഘടനകൾ നേതാക്കളിലൂടെ മാത്രമല്ല ഏജൻസികളായി ഉദ്യോഗസ്ഥരിലൂടെയോ പ്രതിനിധികളിലൂടെയോ പ്രവർത്തിക്കുന്നു. അപ്പൊ അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് ഉദ്യോഗസ്ഥരിലൂടെയോ പ്രതിനിധികളിലൂടെയോ ആണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് അസോസിയേഷൻ എന്താണ് എന്ന് പറയാനുള്ള കാരണം? ഏജൻസിയാണ് എന്ന് പറയാനുള്ള കാരണം. അസോസിയേഷൻ പ്രവർത്തിക്കുന്നത് ഉദ്യോഗസ്ഥരിലൂടെയോ പ്രതിനിധികളിലൂടെയോ ആണ്. അതുകൊണ്ടാണ് അസോസിയേഷൻ എന്താണെന്ന് പറയാനുള്ള കാരണം? ഒരു ഏജൻസിയാണ് എന്ന് പറയാനുള്ള കാരണം. അടുത്തതാണ് അസോസിയേഷൻ ആസ് കോർപ്പറേറ്റ് ക്യാരക്ടർ.
അസോസിയേഷൻ ഒരു കോപ്പറേറ്റ് ക്യാരക്ടർ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താ? സഹകരണ സ്വഭാവമാണ്. അസോസിയേഷൻ ഒരു കോപ്പറേറ്റീവ് ക്യാരക്ടർ ആണ് എന്ന് പറയാനുള്ള കാരണം എന്താ? അസോസിയേഷൻ ബൈ virtue of being a social organization may own property or fund which are held collectively and do not belong the individual members. സാമൂഹിക സംഘടന എന്ന നിലയിൽ അസോസിയേഷന് കൂട്ടായി കൈവശം വെച്ചിരിക്കുന്ന സ്വത്തോ ഫണ്ടുകളോ സ്വന്തമാക്കാം. കൂടാതെ ഇത് വ്യക്തിഗത അംഗങ്ങളുടേതാണ്. ഒരു സംഘടന എന്ന നിലയിൽ അസോസിയേഷന് കൂട്ടമായി കൈവശം വെച്ചിരിക്കുന്ന ഫണ്ടുകളും സ്വത്തുക്കളും ഒക്കെ എന്ത് ചെയ്യാം? കൈവശം സ്വന്തമാക്കാം. ഇത് ഓരോ വ്യക്തികളുടെയും വ്യക്തിഗത അംഗങ്ങളുടേതായിരിക്കും. അപ്പൊ അസോസിയേഷൻ ബൈ വിർച്യൂ ഓഫ് ബീയിങ് സോഷ്യൽ ഓർഗനൈസേഷൻ മൈ ഓവൺ പ്രോപ്പർട്ടി ഓർ ഫണ്ട് വിച്ച് ആർ ഹെൽഡ് കളക്റ്റീവ്ലി ആൻഡ് ഡു നോട്ട് ബിലോങ് ടു ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. അതായത് അസോസിയേഷൻ എന്ന നിലയിൽ, സംഘടന എന്ന നിലയിൽ അസോസിയേഷന് കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കളും ഫണ്ടുകളും ഒക്കെ എന്ത് ചെയ്യാം? കൈവശം വെച്ചിരിക്കുന്ന സ്വത്തുക്കളും ഫണ്ടുകളൊക്കെ ഉപയോഗിക്കാം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്നത്? അത് വ്യക്തിഗത അതിലെ മെമ്പേഴ്സിന്റെ ആയിരിക്കാം. അതുകൊണ്ടാണ് അത് ഉപയോഗിക്കാം എന്ന് പറയാനുള്ള കാരണം. മാത്രല്ല, it possesses right and obligation, power and liability which members cannot exercise as individual. ഇതിന് അവകാശങ്ങളും കടമകളും അധികാരങ്ങളും ഉണ്ട്. അംഗങ്ങൾക്ക് വ്യക്തികൾ എന്ന നിലയിൽ വിനിയോഗിക്കാൻ കഴിയാത്ത കഴിവുകളില്ല. അപ്പോ ഇവിടെ പറയുന്നത് അസോസിയേഷന്റെ പേരിൽ എന്തൊക്കെ ഫണ്ടുകളും പ്രോപ്പർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് അസോസിയേഷന്റെ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാം എന്നാണ്. അത് അവരുടെ കടമകളും അവകാശങ്ങളുമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ടാണ് അസോസിയേഷന്റെ സ്വഭാവം എന്താണ് എന്ന് പറയാനുള്ള കാരണം, കോപ്പറേറ്റ് ക്യാരക്ടർ ആണ് എന്ന് പറയാനുള്ള കാരണം. അടുത്ത പോയിന്റ് ആണ് ഡ്യൂറബിലിറ്റി ഓഫ് അസോസിയേഷൻ. അസോസിയേഷന്റെ ഡ്യൂറബിലിറ്റി, നിലനിൽപ്പ്. The nature of association may be permanent or temporary. അസോസിയേഷന്റെ സ്വഭാവം എന്ന് പറയുന്നത് ശാശ്വതമോ താൽക്കാലികമോ ആകാം. ഒന്നില്ലെങ്കിൽ പെർമനന്റ് ആകാം, അല്ലെങ്കിൽ എന്തായിരിക്കാം? താൽക്കാലികമോ ആയിരിക്കാം. അപ്പോ അസോസിയേഷന്റെ ക്യാരക്ടർ എപ്പോഴും ചിലപ്പോൾ താൽക്കാലികമായിരിക്കാം, ചിലപ്പോൾ പെർമനന്റ് ആയിരിക്കാം. There are some more enduring and exist on larger scale like the state, family, religious organization. കുടുംബം, മതസംഘടനകൾ തുടങ്ങിയ താൽക്കാലിക സ്വഭാവമുള്ള കൂടുതൽ നിലനിൽക്കുന്നതും വലിയ തോതിൽ നിലനിൽക്കുന്നതുമായ അസോസിയേഷനുകളാണ് ഉള്ളത്. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? There are some enduring exist on larger scale like state, family, religious organization. സംഘടന എന്ന് പറയുമ്പോൾ അത് പല രീതിയിലുള്ള സംഘടനകളുണ്ട്. സ്റ്റേറ്റിന്റെ ഉണ്ടായിരിക്കാം, ഫാമിലിയുടെ ഉണ്ടായിരിക്കാം, മതപരമായ സംഘടനകൾ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ കുറെ കാലം നിലനിൽക്കും, ചിലപ്പോൾ അത് താൽക്കാലികമായിട്ടായിരിക്കും നിലനിൽക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിന്റെ ക്യാരക്ടർ ആയിട്ട് പറയാനുണ്ടായിരുന്നത്. ഇനി നമുക്ക് എടുക്കാനുള്ളത് അസോസിയേഷൻ ആൻഡ് കമ്മ്യൂണിറ്റിയാണ്. അതെന്തായാലും നമുക്ക് നോക്കാം. അപ്പൊ കുട്ടികളെ, അടുത്തതാണ് അസോസിയേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. അസോസിയേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ അസോസിയേഷന്റെ ഡെഫിനിഷൻ മനസ്സിലാക്കി, അതിന്റെ ക്യാരക്ടർ എന്തൊക്കെയെന്ന് കണ്ടു കഴിഞ്ഞു. ഏകദേശം 9 പോയിന്റുകളിലൂടെയാണ് അതിന്റെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് അസോസിയേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി എന്താ എന്ന് നോക്കാം. സംഘടനയും കമ്മ്യൂണിറ്റിയും. അപ്പൊ അസോസിയേഷനും കമ്മ്യൂണിറ്റിയും എത്രത്തോളം പ്രാധാന്യം അറിയിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ അതില് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം above description that an association is deliberately formed for the purpose of fulfillment of certain common needs of people. It is clear from above ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം above description that an association is
deliberately formed for the purpose of fulfillment of certain common needs of people. അതായത് എന്താണ് അവിടെ അസോസിയേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധത്തിൽ വ്യക്തമാക്കുന്നത്? ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് ക്ലിയർ ഫ്രം എബവ് ഡിസ്ക്രിപ്ഷൻ, മുകളിൽ കൊടുത്തിരിക്കുന്ന വിവരണത്തിൽ നിന്നും വ്യക്തമാകുന്നത് ആളുകളുടെ ചില പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനെയാണ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് എന്നാണ്. അപ്പോ ആളുകളുടെ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ, കോമൺ നീഡ്സ് പറഞ്ഞാൽ എന്താ? പൊതുവായ ആവശ്യങ്ങൾ. അപ്പൊ ആളുകളുടെ പൊതുവായ ആവശ്യങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയാണ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് എന്നാണ് മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. It is clear from above description that an association is deliberately formed for the purpose of fulfillment of certain common needs of people. അതായത് മുകളിൽ പറഞ്ഞ വിവരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആളുകളുടെ ചില പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയാണ് അസോസിയേഷൻ മനഃപൂർവ്വം രൂപീകരിക്കുന്നത് എന്നാണ്. But a community is more than any specific organization. In fact, organization develop with it. For example, the business or church, club with village or city or nation. പിന്നെന്താണ് പറയുന്നത്? അപ്പൊ അസോസിയേഷൻ രൂപീകരിക്കുന്നത് എന്തിനു വേണ്ടിയെന്നാണ്? ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അസോസിയേഷൻ രൂപീകരിക്കുന്നത് എന്നാണ് പറയുന്നത്. മാത്രല്ല പിന്നീട് അതിൽ എന്താ പറയുന്നത്? എന്നാൽ ഒരു സമൂഹം ഏതൊരു പ്രത്യേക സംഘടനയെക്കാളും എങ്ങനെയായിരിക്കും? But a community is more than any specific organization. എന്നാൽ ഒരു സമൂഹം എന്നത് ഏതൊരു പ്രത്യേക സംഘടനയെക്കാളും കൂടുതലാണ്. വാസ്തവത്തിൽ സംഘടന അതിനുള്ളിൽ വികസിക്കുന്നു. അപ്പം but a community is more than any specific organization. അപ്പോ ഇവിടെ എന്താ പറയുന്നത്? ഒരു കമ്മ്യൂണിറ്റി എന്ന സമൂഹമാണ്. ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ, അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ സംഘടനയാണ്. അപ്പൊ ഒരു സമൂഹം എന്നത് ഏതൊരു പ്രത്യേക സംഘടനയെക്കാട്ടിലും കൂടുതലായിരിക്കും? സമൂഹം കൂടുതലായിരിക്കും. അതുകൊണ്ട് സംഘടന ഏതിൽ നിന്നിട്ടാണ് വികസിക്കുക? സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് സംഘടന വികസിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ടാണ് ഏത് വികാസം പ്രാപിക്കുന്നത്? സംഘടന വികാസം പ്രാപിക്കുന്നത്. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് സംഘടന വികസിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ഗ്രാമമായോ നഗരമായോ അതേപോലെ തന്നെ ബിസിനസ് പരമായോ ചർച്ചുകളായോ ക്ലബുകളായോ ഒക്കെ നമുക്ക് ഇവയൊക്കെ നമുക്ക് എന്ത് വിളിക്കാം? സമൂഹം എന്ന് വിളിക്കാം. ഈ സമൂഹത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? അസോസിയേഷൻ ഉണ്ടാകുന്നത്. അപ്പൊ ഏതൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് ഏതിന്റെ വളർച്ച ഉണ്ടാകുക എന്നാ പറയുന്നത്? സംഘടനകളുടെ വളർച്ച ഉണ്ടാവുക. അപ്പൊ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സമൂഹം ഒരു സൊസൈറ്റിയാണ് നമ്മളൊരു സമൂഹം എന്ന് പറയാം. ആ സൊസൈറ്റിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? അസോസിയേഷൻ ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ ഗ്രാമമായിട്ടും നഗരമായിട്ടും ചർച്ചായിട്ടും ക്ലബായിട്ടും ഒക്കെ സമൂഹം ഉണ്ടാകും. ആ സമൂഹത്തിൽ നിന്നാണ് എന്ത് രൂപം കൊള്ളുന്നത്? അസോസിയേഷൻ രൂപം കൊള്ളുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ as per the McIver, there are two major social organizations which may seem to lie on the borderline between association and community or family and the state. അതുകൊണ്ട് തന്നെ മാക്കൈവർ ഈ ഓർഗനൈസേഷനെ, സംഘടനയെ എങ്ങനെയാണ് വിവരിക്കുന്നത്? ഓർഗനൈസേഷൻ മേ സീം ടു ലൈ ഓൺ ദ ബോർഡർ ലൈൻ ബിറ്റ്വീൻ അസോസിയേഷൻ. അസോസിയേഷന്റെ ഒരു ബോർഡർ ലൈനാണ് ഓർഗനൈസേഷൻ. അതുകൊണ്ട് രണ്ട് രീതിയിലാണ് ഇവിടെ കമ്മ്യൂണിറ്റി വരിക. ഫാമിലി ആയിട്ടും വരാം, സ്റ്റേറ്റ് ആയിട്ടും വരാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റിൽ നിന്നും ഫാമിലിയിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള സംഘടനകളാണ് പിന്നീട് എന്തായി മാറുന്നത്? അസോസിയേഷൻ ആയിട്ട് മാറ്റം ചെയ്യപ്പെടുന്നത് എന്നാണ് ആരഭിപ്രായപ്പെട്ടത്? മാക്കൈവർ അഭിപ്രായപ്പെട്ടത്. അപ്പോ സംഘടന മീൻസ് അസോസിയേഷൻ. സംഘടനയും അസോസിയേഷൻ ഒക്കെ രൂപം കൊള്ളുന്നത് എന്തിൽ നിന്നാണ്?
കമ്മ്യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നോ ആയിരിക്കാം. അത് ചിലപ്പോൾ ഫാമിലിയിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിലോ സ്റ്റേറ്റിൽ നിന്നായിരിക്കാം, അതല്ലെങ്കിൽ മറ്റ് ചർച്ചുകളിൽ നിന്നോ അല്ലെങ്കിൽ വില്ലേജുകളിൽ നിന്നോ സിറ്റികളിൽ നിന്നൊക്കെ. ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിറ്റിയാണ്. ഈ കമ്മ്യൂണിറ്റിയാണ് പിന്നീട് അസോസിയേഷൻ ആയിട്ട് മാറുന്നത് എന്നാണ് ഏത് തമ്മിലുള്ള ബന്ധമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്? അസോസിയേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി. അപ്പൊ ഒന്നുകൂടി മനസ്സിലാക്കാം. ഇറ്റ് ഈസ് എ ക്ലിയർ ഫ്രം എബൌട്ട് ഡിസ്ക്രിപ്ഷൻ ദാറ്റ് ആൻ association is deliberately formed for the purpose of fulfillment of certain common needs of people. ഒരു ജനങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി രൂപീകരിക്കുന്ന ഒന്നാണ് ഏത്? അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ബട്ട് കമ്മ്യൂണിറ്റി ഈസ് മോർ ദാൻ എനി സ്പെസിഫിക് ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സംഘടനയായിട്ടാണ് ഏതുണ്ടാവുക? കമ്മ്യൂണിറ്റി ഉണ്ടായിരിക്കുക. ഇൻ ഫാക്ട് ഓർഗനൈസേഷൻ ഡെവലപ്പ് വിത്തിൻ ഇറ്റ്. For example, the business or the church or the club with the village or city or nation. ഇത്രയും കാര്യങ്ങളാണ് അസോസിയേഷൻ ആൻഡ് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. അസോസിയേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിൽ നിന്നും ഡെവലപ്പ് ചെയ്യുന്നതാണ് ഏത്? അസോസിയേഷൻ. പിന്നെ കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ സിറ്റി വരാം, വില്ലേജ് വരാം, ഫാമിലി വരാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരാം. അതിൽ നിന്നൊക്കെയാണ് ഏതിൻ്റെ രൂപീകരണം നടക്കുന്നത്? അസോസിയേഷന്റെ രൂപീകരണം നടക്കുന്നത്. ഇതാണ് അസോസിയേഷനും കമ്മ്യൂണിറ്റിയും തമ്മിലുള്ള ബന്ധമായിട്ട് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ബന്ധം, അത് എന്തൊക്കെ കാര്യങ്ങളാണ് അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും എന്ന് നമുക്ക് നോക്കാം. അതായത് ദോ ഇറ്റ് സീം സിമിലർ, രണ്ടും ഏകദേശം ഒരുപോലെയാണ്, സിമിലർ ആണ്. ഹവർ സോഷ്യോളജിക്കലി സ്പീക്കിംഗ് ബോത്ത് ദ കൺസെപ്റ്റ് ഡിഫേഴ്സ്. എന്നാൽ സോഷ്യോളജിക്കലി ആയിട്ട് പറയുകയാണെങ്കിൽ രണ്ടും തമ്മിൽ വ്യത്യാസമാണ്. ദോ ഇറ്റ് സീം സിമിലർ, രണ്ടും ഏകദേശം സിമിലറുമാണ്. എന്നാൽ സോഷ്യോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ രണ്ടും ഏകദേശം വ്യത്യസ്തവുമാണ്. ഏതൊക്കെ കാര്യത്തില്? മീനിങ്ങിന്റെ കാര്യത്തില്, നേച്ചറിന്റെ കാര്യത്തില്, അതേപോലെ തന്നെ ഒരുപാട് ബേസിന്റെ കാര്യത്തില്. അപ്പോൾ പൊതുവെ അസോസിയേഷനും ഇൻസ്റ്റിറ്റ്യൂഷനും ഒരുപോലെ തോന്നാം, എങ്കിലും സോഷ്യോളജിക്കലി പറയുകയാണെങ്കിൽ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അർത്ഥത്തിന്റെ കാര്യത്തിൽ, മീനിങ്ങിന്റെ കാര്യത്തിലും നേച്ചറിന്റെ കാര്യത്തിലും. അതേപോലെ തന്നെ പിന്നെന്താണ്? നേച്ചർ അതേപോലെ തന്നെ മെനി മോർ വേസ്, ഒരുപാട് മറ്റു വഴികൾ. ബേസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. However, it need to be clarified that we belong to association but not to institution. അതേപോലെ തന്നെ പിന്നെന്താ പറയുന്നത്? എന്നാലും however നമ്മൾ അസോസിയേഷനുകളിൽ പെട്ടവരാണ്. However needs to be clarified that we belong to association but not institution. പിന്നെന്താണ് പറയുന്നത്? എന്നിരുന്നാലും നമ്മൾ അസോസിയേഷനുകളിൽ പെട്ടവരാണ്, പക്ഷെ സ്ഥാപനങ്ങളിൽ പെട്ടവരല്ല എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. However എങ്ങനെയായാലും needs to be clarified that we belong to association. നമ്മൾ എപ്പോഴും അസോസിയേഷനിൽ പെട്ടവരാണ്, അല്ലാതെ സ്ഥാപനങ്ങളിൽ പെട്ടവരല്ല. അപ്പൊ അസോസിയേഷനും സ്ഥാപനവും ചില സമയത്ത് ഒരുപോലെ തോന്നാമെങ്കിലും സോഷ്യോളജിക്കലായിട്ട് പറയുകയാണെങ്കിൽ മീനിങ്ങിലും നേച്ചറിലും വേസിലും ഒക്കെ വ്യത്യാസമുണ്ട്. However എന്നിരുന്നാലും needs to be clarified that we belong to association. എന്നിരുന്നാലും നമ്മൾ അസോസിയേഷനുകളിൽ പെട്ടവരാണ്, പക്ഷെ സ്ഥാപനങ്ങളിൽ പെട്ടവരല്ല എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പൊതുവെ നമ്മൾ അസോസിയേഷനിൽ പെട്ടവരാണ്, ബട്ട് നോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനത്തിൽ പെട്ടവരല്ല. In the institution are defined as established forms or condition of procedure characteristics of group activity. അതുകൊണ്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനെ നിർവചിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഫോംസ്, കണ്ടീഷൻ ആൻഡ് പ്രൊസീജിയർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ പ്രധാന കാര്യങ്ങളായിട്ടുള്ള ഫോംസും കണ്ടീഷനും ഒക്കെ ഏതിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷനിൽ
എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ പറയാണ്, നമ്മൾ പൊതുവെ ഹവർ എന്നിരുന്നാലും നമ്മൾ അസോസിയേഷനിൽ പെട്ടവരാണ്, ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷനിൽ പെട്ടവരല്ല, മാത്രല്ല സ്ഥാപനങ്ങളിൽ പെട്ടവരല്ല, മാത്രല്ല അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ അത് ഫോംസ്, കണ്ടീഷൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ട് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. While forming association with a deliberate formation surrounding certain common interests also create rules and procedure to deliver the objective. അസോസിയേഷന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ഒരു പൊതു താല്പര്യമാണ്, കോമൺ ഇൻട്രസ്റ്റ് ആണ്. ആൾസോ പൊതു താല്പര്യത്തിന് അടിസ്ഥാനമായിട്ട് റൂൾസും പ്രൊസീജിയേഴ്സും നിലനിർത്തുക എന്നതാണ് ഒരു അസോസിയേഷന്റെ ഒബ്ജക്റ്റീവായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ എന്താണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഫോംസ് ഓർ കണ്ടീഷൻ ഓഫ് പ്രൊസീജിയർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഗ്രൂപ്പ് ആക്ടിവിറ്റിക്ക് വേണ്ട ഫോംസും കണ്ടീഷൻസും ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നത്, സ്ഥാപനം ചെയ്യുന്നത്. എന്നാൽ അസോസിയേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അസോസിയേഷൻ എപ്പോഴും കോമൺ ഇൻട്രസ്റ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതിന്റെ അടിസ്ഥാനത്തില്? റൂൾസ് ആൻഡ് പ്രൊസീജിയർ. റൂൾസിന്റെയും പ്രൊസീജിയേഴ്സിന്റെയും അടിസ്ഥാനത്തിൽ ഒരു പൊതു താല്പര്യമാണ് അസോസിയേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അതാണ് അസോസിയേഷന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാനുള്ള കാരണം. രണ്ടും നമുക്ക് ഒരുപോലെ തോന്നാം, അസോസിയേഷനെയും ഇൻസ്റ്റിറ്റ്യൂഷനെയും നമുക്ക് സിമിലർ ആയിട്ട് തോന്നാം. പക്ഷേ സോഷ്യോളജിക്കിലൂടെ സമൂഹശാസ്ത്രപരമായി നോക്കുമ്പോൾ അർത്ഥത്തിലും നേച്ചറിലും അതേപോലെ തന്നെ ബേസിന്റെ കാര്യത്തിലൊക്കെ അതെന്തുണ്ട്? വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. മാത്രല്ല പിന്നെ സാധാരണ കേസില് നമ്മൾ ഹവർ ഇറ്റ് നീഡ് ടു ബി ക്ലാസിഫൈഡ് ദാറ്റ് ബി ബിലോങ് ടു അസോസിയേഷൻ. നമ്മൾ എപ്പോഴും ഏതായിരിക്കണം? അസോസിയേഷൻ ആയിരിക്കണം, അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കരുത്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് അവിടെ ഫോം ചെയ്യുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻഡ് ആസ് എസ്റ്റാബ്ലിഷ്ഡ് ഫോംസ് ഓർ കണ്ടീഷൻ. ഒരുപാട് ഫോംസുകളും കണ്ടീഷൻസും ഒക്കെയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ഫോംസും കണ്ടീഷനും ഒക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത്. എന്നാൽ അസോസിയേഷൻ നൽകുന്നത് എന്താണ്? കോമൺ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് നിർവചിച്ചു തരാനുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട കാര്യം മാത്രമേ ടീച്ചർ എഴുതിയിട്ടിട്ടുള്ളൂ. അസോസിയേഷൻ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്തത് ഡിഫൈനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്ഥാപനങ്ങളെ നിർവചിക്കുക. എങ്ങനെയൊക്കെയാണ് ഒരു സ്ഥാപനങ്ങളെ നിർവചിക്കുക എന്നാണ് ഇവിടെ പറയുന്നത്. ഡിഫൈനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനങ്ങളെ എങ്ങനെ നിർവചിക്കാം, ഏതൊക്കെ രീതിയിലാണ് സ്ഥാപനങ്ങളെ നിർവചിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിച്ചോളൂ, ഇവിടെ മൂന്നാളുടെ ഡെഫിനിഷനാണ് സ്ഥാപനങ്ങളെ നിർവചിക്കാൻ വേണ്ടി എഴുതിയിട്ടുള്ളത്. ഇൻസ്റ്റിറ്റ്യൂഷനെ നിർവചിക്കുന്നത് എങ്ങനെ? മൂന്ന് രീതിയിൽ, മൂന്ന് സോഷ്യോളജിസ്റ്റുകളുടെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു മോറിസ് ജിൻസ്ബർഗ്. മോറിസ് ജിൻസ്ബർഗിന്റെ അഭിപ്രായത്തില് 1921 institution are definite and sanctioned forms or modes of relationship between social being in respect to one another or to some external object. അതായത് മോറിസ് ഗിൻസ്ബർഗിന്റെ അഭിപ്രായത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സാമൂഹിക ജീവികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നിശ്ചിതവും അംഗീകൃതമായ രൂപങ്ങളോ രീതികളോ ആണ്. സ്ഥാപനങ്ങൾ പരസ്പരം അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യ വസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ മോറിസ് ജിൻസ്ബർഗ് പറയുകയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ഡെഫിനിറ്റ് ആൻഡ് സാങ്ഷൻഡ് ഫോംസ് ഓർ മോഡ്സ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ബീയിങ് in respect to one another or to some external object. സാമൂഹിക ജീവികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നിശ്ചിതവും അംഗീകൃതവുമായ രൂപങ്ങളോ രീതികളോ ആണ് സ്ഥാപനങ്ങൾ.
സാമൂഹിക ജീവികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നിശ്ചിതവും അംഗീകൃതവുമായ രൂപങ്ങളോ രീതികളോ ആണ് സ്ഥാപനങ്ങൾ. ഫോംസോ മോഡ്സോ. ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? രൂപങ്ങൾ. മോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രീതികൾ. അപ്പൊ സാമൂഹിക ജീവികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നിശ്ചിതവും അംഗീകൃതമായ രൂപങ്ങളോ രീതികളോ ആണ് സ്ഥാപനങ്ങൾ. പരസ്പരം അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യ വസ്തുവുമായി ബന്ധപ്പെട്ടതാണ്. മാത്രല്ല ഏതെങ്കിലും ബാഹ്യ എക്സ്റ്റേണൽ ഒബ്ജക്റ്റ് പറഞ്ഞാൽ ബാഹ്യ വസ്തുക്കളുമായിട്ടും ബന്ധപ്പെട്ടതാണ്. അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് മോറിസ് ജിൻസ്ബർഗ് വ്യക്തമാക്കുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ ഡെഫിനിറ്റ് ആൻഡ് സാങ്ഷൻഡ് ഫോംസ് ഓർ മോഡ്സ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യൽ ബീയിങ് in respect to one another or to some external object. മോറിസ് ഗിൻസ്ബർഗിന്റെ അഭിപ്രായം അനുസരിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ ബീയിങ്സുകൾ തമ്മിലുള്ള സാമൂഹിക ജീവികൾ തമ്മിലുള്ള ബന്ധത്തിന്റെ നിശ്ചിതവും അംഗീകൃതവുമായ രൂപങ്ങളോ രീതികളോ ആണ് സ്ഥാപനങ്ങൾ. പരസ്പരം അല്ലെങ്കിൽ ഏതെങ്കിലും ബാഹ്യമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ബാഹ്യമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് രൂപങ്ങളോ അതല്ലെങ്കിൽ രീതികളോ ആണ് സ്ഥാപനങ്ങൾ എന്നാണ് മോറിസ് ജിൻസ്ബർഗ് പറയുന്നത്. ഇനി റോബർട്ട് മോറിസ് എന്താ പറയണെന്ന് നോക്കാം. റോബർട്ട് മോറിസൺ മാക്കൈവർ. റോബർട്ട് മോറിസ് മാക്കൈവർ. മാറരുത്. മോറിസ് ജിൻസ്ബർഗ് ഉണ്ട്, റോബർട്ട് മോറിസ് മാക്കൈവർ. ഇയാളെ ഷോർട്ട് ആക്കിയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ മാക്കൈവർ എന്ന് പറയാം. മാക്കൈവർ ഡിഫൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് established forms or condition of procedure characteristics of group activity. അതായത് മാക്കൈവർ പറയുന്നത് ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ സവിശേഷമായ നടപടിക്രമങ്ങളുടെ സ്ഥാപിത രൂപങ്ങളോ വ്യവസ്ഥകളോ എന്നാണ്. ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ സവിശേഷമായ നടപടിക്രമങ്ങളുടെ സ്ഥാപിത രൂപങ്ങളോ അതേപോലെ തന്നെ കണ്ടീഷൻ വ്യവസ്ഥകളോ ആണോ എന്നാണ്. ഇപ്പൊ മാക്കൈവർ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറയുന്നത്? ഗ്രൂപ്പ് പ്രവർത്തനത്തിന്റെ സവിശേഷമായ നടപടിക്രമങ്ങളുടെ സ്ഥാപിത രൂപങ്ങളോ അതേപോലെ തന്നെ ഫോംസുകളോ കണ്ടീഷൻസോ ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാ പറയുന്നത്. ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നത് കൊണ്ട് റോബർട്ട് മോറിസ് എന്താണ് അർത്ഥമാക്കുന്നത്? ഗ്രൂപ്പ് പ്രവർത്തനങ്ങളുടെ സ്ഥാപിതമായ നടപടിക്രമങ്ങളുടെ സ്ഥാപിത രൂപങ്ങളോ വ്യവസ്ഥകളോ ആണ് ഏത്? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് റോബർട്ട് മോറിസ് മാക്കൈവർ പറയുന്നത്. അടുത്തത് വില്യം ഗ്രാം സമ്മർ. വില്യം ഗ്രാം സമ്മർ എന്താണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് പറയുന്നത്? സജസ്റ്റ് ദാറ്റ് an institution consists of a concept, idea, notion, doctrine or interest and structure. എന്തൊക്കെയാണ് വില്യം ഗ്രാം സമ്മർ ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സജസ്റ്റ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് എ കൺസെപ്റ്റ്, ഐഡിയ, നോഷൻ, ഡോക്ട്രിൻ ഓർ ഇൻട്രസ്റ്റ് ആൻഡ് എ സ്ട്രക്ചർ. അതായത് വില്യം ഗ്രാം സമ്മർ പറയുന്നു. എന്താണ് വില്യം ഗ്രാം സമ്മർ പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഒരു സ്ഥാപനം. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ കൺസിസ്റ്റ് ഓഫ് ഒരു ആശയം, പിന്നെന്താണ് സിദ്ധാന്തം, താല്പര്യം, സംഘടന എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഏത്? ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തെല്ലാം ഉൾപ്പെടുന്നാണ് വില്യം ഗ്രാം സമ്മർ പറയുന്നത്? വില്യം ഗ്രാം സമ്മർ സജസ്റ്റ് ദാറ്റ് an institution consists of a concept, idea, notion, doctrine, interest and structure. ഇതെല്ലാം ഉൾക്കൊള്ളുന്നതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ആര് നിർവചിക്കുന്നു? വില്യം ഗ്രാം സമ്മർ. ഇപ്പൊ വില്യം ഗ്രാം സമ്മറിന്റെ അഭിപ്രായത്തില്
ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ഉൾപ്പെടുന്ന പറയുന്നത്? കൺസെപ്റ്റ്, ഐഡിയാസ്, നോഷൻ, ഡോക്ട്രിന്, ഇൻട്രസ്റ്റ്, സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുന്നതിനെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ആര് നിർവചിക്കുന്നു? വില്യം ഗ്രാം സംനർ പറയുന്നു. അപ്പൊ മൂന്നാളുടെ ഡെഫിനിഷനാണ് നമ്മൾ മനസ്സിലാക്കിയേ. മോറിസ് ജിൻസ്ബർഗ് പറയുന്നത്, റോബർട്ട് മോറിസ് മാക്കൈവർ പറയുന്നത്, വില്യം ഗ്രാം സംനർ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് ലൈവ് ക്ലാസ്സിൽ എന്ത് ചെയ്യാം? ഡിസ്കഷൻ നടത്താം. ഓക്കെ. ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിൽ തന്നെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഒറിജിൻ ഓഫ് ദ ടേം. ഒറിജിൻ ഓഫ് ദ ടേം. ടേമിൻ്റെ ഓരോ ഒറിജിൻസിനെ കുറിച്ചാണ് ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ദ ടേം ബിക്കം പോപ്പുലർ ത്രൂ ഈസ് യൂസേജ് ഇൻ എക്കണോമിക്സ് where is signified constraint on human endeavor of utility maximization due to parallel efforts towards utility maximization by other members. അതായത് ഇവിടെ ഒറിജിൻ ഓഫ് ദ ടേം എന്ന് പറയുമ്പോൾ ഇവിടെ ടേമിനെ, ഓരോ പദത്തിനെയും പോപ്പുലർ ആക്കുന്നത് ഏതാണ്? എക്കണോമിക്സ് ആണ് എന്നാ പറയുന്നത്. ഓരോ ടേമിനെയും, ഓരോ പദത്തിനെയും അഥവാ ടേമിനെയും പോപ്പുലർ ആക്കുന്നത് ഏത് സബ്ജക്റ്റാണ്? എക്കണോമിക്സ് ആണ്. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണം? വേർ ഇറ്റ് സിഗ്നിഫൈഡ് കൺസ്ട്രെയിൻ ഓൺ ഹ്യൂമൻ എൻഡേവർ ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഡ്യൂ ടു പാരലൽ എഫേർട്ട് ടുവേർഡ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ബൈ അതർ മെമ്പേഴ്സ്. പരമാവധി ഉപയുക്തത ഉണ്ടാക്കുക എല്ലാ വ്യക്തികളിലും എന്നാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. അപ്പോൾ ഇവിടെ ഓരോ പദത്തിനെയും വ്യത്യസ്തമാക്കുന്നത് എക്കണോമിക്സ് ആണ്. ഇനി എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എക്കണോമിക്സിനെ നമ്മൾ സിഗ്നിഫൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ഡ്യൂ ടു പാരലൽ എഫേർട്ട് ടുവേർഡ്സ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ബൈ അതർ മെമ്പേഴ്സ്. ഓരോ മെമ്പേഴ്സിനെയും പരമാവധി മാക്സിമം യൂട്ടിലിറ്റി ലഭ്യമാക്കുക എന്നതാണ് ഈ എക്കണോമിക് സാമ്പത്തിക മേഖല ഈ ഇതിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ ഓരോ ടേമിനെയും പോപ്പുലറൈസ് ചെയ്യുന്നത് എക്കണോമിക്സ് ആണ്. ഇനി എക്കണോമിക്സിനെ കൺസ്ട്രെയിൻ ചെയ്യുന്നത് എന്താണ്? ഹ്യൂമൻ എൻഡേവർ ഓഫ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ടു പാരലൽ എഫേർട്ട് ടുവേർഡ്സ് യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ബൈ അതർ മെമ്പേഴ്സ്. ഓരോ മറ്റ് മെമ്പേഴ്സിനൊക്കെ മാക്സിമം യൂട്ടിലൈസേഷൻ ലഭ്യമാക്കുക എന്നതാണ് ഏതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എക്കണോമിക്സ് ഇതിൽ ഉൾക്കൊള്ളുമ്പോൾ ലഭ്യമാകുന്നത്. അപ്പോൾ ടേമിനെ പോപ്പുലറൈസ് ചെയ്യുക എക്കണോമിക്സ് ആണ്. ഇനി എക്കണോമിക്സിനെ സിഗ്നിഫൈഡ് ചെയ്യുക എന്താണ് എന്നാ പറയുന്നത്? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ. ഇനി യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? യൂട്ടിലിറ്റി മാക്സിമൈസേഷൻ ബൈ അതർ മെമ്പേഴ്സ്. ഓരോ മെമ്പേഴ്സിലും എന്ത് നടത്തപ്പെടുന്നുണ്ട്? പരമാവധി ഉപയുക്തത നടത്തപ്പെടുന്നുണ്ട്. The two economics who are associated with its usage are ഒലിവർ വില്യംസൺ ആൻഡ് DC നോർത്ത്. അതേപോലെ തന്നെ രണ്ട് എക്കണോമിസ്റ്റുകളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. Two economics who are associated with its usage are ഒലിവർ വില്യംസണും DC നോർത്തുമാണ് ഈ പ്രധാനപ്പെട്ട രണ്ട് എക്കണോമിസ്റ്റുകളായിട്ട് വ്യക്തമാക്കുന്നത്. As you may notice, its usage in economics is quite different from its usage in sociology. അതായത് ഈ സോഷ്യോളജിയിലെ എക്കണോമിക്സിനെ ഉപയോഗിച്ചത് ആദ്യമായിട്ട് ആരൊക്കെ ചേർന്ന? ഒലിവർ വില്യംസണും DC നോർത്തും ആണ്. മാത്രല്ല എക്കണോമിക്സ് ഈസ് ക്വയറ്റ് ഡിഫറൻറ്റ് ഫ്രം ഈസ് യൂസേജ് ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിലെ എക്കണോമിക്സിന് ഡിഫറൻറ്റ് വ്യത്യസ്ത ഉപയോഗമാണുള്ളത് എന്നാണ് പറയുന്നത്. സോഷ്യോളജിയിലെ സമൂഹശാസ്ത്രത്തില് എക്കണോമിക്സിന് ഡിഫറൻ്റ് ആയിട്ടുള്ള യൂസേജ് ആണ് നിലനിൽക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. When the usage of the term in economics is of little significance to sociology. The sociological conception of institutional change, institutionalization have been significant to the discipline of economics.
അപ്പൊ നമ്മൾ പറഞ്ഞു സോഷ്യോളജിയിൽ എക്കണോമിക്സിന് വ്യത്യസ്ത ഉപയോഗമാണുള്ളത് എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറയുന്നത്, ദ യൂസേജ് ഓഫ് ടേം എക്കണോമിക്സ് ഈസ് ഓഫ് ലിറ്റിൽ സിഗ്നിഫിക്കൻറ്റ് ടു സോഷ്യോളജി. സോഷ്യോളജിയിലെ എക്കണോമിക്സ് എന്ന ടേമിന്റെ ഉപയോഗം കുറച്ച് കാര്യങ്ങൾക്ക് മാത്രമാണ്. സോഷ്യോളജിയില് എക്കണോമിക്സ് എന്ന സാമ്പത്തിക ശാസ്ത്രം എന്ന പദത്തിന്റെ ഉപയോഗം ലിറ്റിൽ യൂസേജ്, കുറച്ച് ഉപയോഗം മാത്രമേ ഉള്ളൂ. എന്തിനൊക്കെയാണ്? ദ സോഷ്യോളജിക്കൽ കൺസെപ്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസിനും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളിലാണ് സോഷ്യോളജിയിൽ എക്കണോമിക്സ് ഉപയോഗിക്കുക? സോഷ്യോളജിക്കൽ കൺസെപ്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചിനും ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനുമാണ് എന്തുപയോഗിക്കുന്നത്? എക്കണോമിക്സ് ഉപയോഗിക്കുന്നത്. അപ്പൊ സോഷ്യോളജിയിലെ എക്കണോമിക്സ് എന്ന പദം ഉപയോഗിക്കുന്നത് കുറച്ച് കാര്യങ്ങൾക്കാണ്. ലിറ്റിൽ യൂസേജേ ഉള്ളൂ. ലിറ്റിൽ യൂസേജ് പറഞ്ഞാൽ കുറച്ച് ഉപയോഗം മാത്രമാണ് സോഷ്യോളജിയിലെ എക്കണോമിക്സിനുള്ളൂ. എന്തൊക്കെ കാര്യങ്ങൾക്ക്? കൺസെപ്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, സോഷ്യോളജിക്കൽ കൺസെപ്ഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച്, ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സോഷ്യോളജിയിൽ ഏത് ടേം യൂസ് ചെയ്യുന്നത്? എക്കണോമിക്സ് എന്ന ടേം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് പർപ്പസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പർപ്പസ് എന്ന് നമുക്ക് നോക്കാം. പർപ്പസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ജർമ്മൻ സോഷ്യോളജിസ്റ്റ് അർണോൾഡ് ഗഹല്ലൻ, ജർമ്മൻ സോഷ്യോളജിസ്റ്റായ അർണോൾഡ് ഗഹല്ലൻ 1980 സജസ്റ്റഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് സീക്ക് ടു സപ്ലിമെന്റ് ദിയർ ഇൻസ്റ്റക്ച്വൽ വേൾഡ് വിത്ത് എ കൾച്ചറൽ വേൾഡ്. അതായത് ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അർണോൾഡ് ഗഹല്ലൻ സജസ്റ്റ് ചെയ്തു, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു സഹജമായ ലോകമല്ല, കൾച്ചറൽ സാംസ്കാരികമായ ലോകമാണ്. അപ്പൊ പർപ്പസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്താ പറയുന്നത്? ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അർണോൾഡ് ഗഹല്ലൻ സജസ്റ്റ് ചെയ്തു, ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് മനുഷ്യജീവിതം എന്ന് പറയുന്നത് സീക്ക് ടു സപ്ലിമെന്റ് ദിയർ ഇൻസ്റ്റക്ച്വൽ വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ? സഹജമായ ലോകം. വിത്ത് എ കൾച്ചറൽ വേൾഡ് പറഞ്ഞാൽ എന്താ? സാംസ്കാരിക ലോകം. അപ്പൊ ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത് ഒരു ഇൻസ്റ്റക്ച്വൽ വേൾഡ് അല്ല, സഹജമായ ലോകമല്ല, ഒരു സാംസ്കാരിക ലോകമാണ് എന്ന് ആരഭിപ്രായപ്പെട്ടു? ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അർണോൾഡ് ഗഹല്ലൻ അഭിപ്രായപ്പെട്ടു. അപ്പൊ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അർണോൾഡ് ഗഹല്ലൻ എന്താണ് അഭിപ്രായപ്പെട്ടത്? ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്നത്, മനുഷ്യജീവിതം എന്ന് പറയുന്നത് ഒരു സഹജമായ ലോകമല്ല, അത് കൾച്ചറൽ ലോകം വേൾഡാണ്, ഒരു സാംസ്കാരിക ലോകമാണ് എന്ന് ഈ സോഷ്യോളജിസ്റ്റ് അഭിപ്രായപ്പെട്ടു. He suggested that this feeling of incompleteness and the attempt to supplement expansion, the emergence of institution. ഈ ഫീലിങ്സിലൂടെയാണ് ഒരുപാട് സ്ഥാപനങ്ങളുടെ ആവിർഭാവത്തിന് തുടക്കം കുറിച്ചത്. ഈ ഒരു ചിന്താഗതിയിലൂടെയാണ് എമർജൻസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് സ്ഥാപനങ്ങളുടെ ആവിർഭാവത്തിന് തുടക്കം കുറിച്ചത്. ഇൻ ദിസ് ബുക്ക് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി 1967 അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ബുക്കിന് രൂപം കൊടുത്തു. എന്താണ് ആ ബുക്കിന്റെ പേര്? സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. അപ്പോ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള അർണോൾഡ് ഗഹല്ലന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണ് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് റിയാലിറ്റി. 1967 അദ്ദേഹം ഇത്തരം ഒരു ബുക്കിന് രൂപം കൊടുത്തത്. ഇതിനെയാണ് പർപ്പസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുക. അടുത്തത് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അടുത്ത ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻസ്റ്റിറ്റ്യൂഷന്റെ രീതികൾ ഏതൊക്കെയാണ്, ടൈപ്പുകൾ ഏതൊക്കെയാണ്? പ്രധാനമായും 4 ടൈപ്സ് ഉള്ളത്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ,
ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, കിൻഷിപ്പ്, മാരേജ് ആൻഡ് ഫാമിലി, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് 5 ഉണ്ട് കേട്ടോ, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ 5 പോയിന്റ് ഉണ്ട്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? These are the institution that correspond to production, consumption, distribution of goods and services. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ വരിക? ഏതൊക്കെ സ്ഥാപനങ്ങളാണ് സാമ്പത്തിക ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നത്? പ്രൊഡക്ഷൻ, ഉൽപാദനം, കൺസപ്ഷൻ, ഉപഭോഗം, ഡിസ്ട്രിബ്യൂഷൻ, വിതരണം, ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും. ഇത്രയും വരുന്നതാണ് ഏത്? എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചാൽ 5 എണ്ണാണുള്ളത്. എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്, കിൻഷിപ്പ്, മാരേജ്, ഫാമിലി ഉണ്ട്, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിൽ എക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്നതാണ് എന്ത്? പ്രൊഡക്ഷനും കൺസപ്ഷനും ഡിസ്ട്രിബ്യൂഷനും ഗുഡ്സ് ആൻഡ് സർവീസും. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനിൽ എന്താ വരുന്നത് നോക്കാം. These are the institutions that regulate and control differential access to social status and prestige. അതായത് ഡിഫറൻഷ്യൽ ആക്സസ് ടു സോഷ്യൽ സ്റ്റാറ്റസ്, സാമൂഹിക പദവിയും പ്രസ്റ്റീജുമാണ് ഏതിൽ വരിക? സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹിക വർഗീകരണത്തിൽ വരുന്നത്. അടുത്തതാണ് കിൻഷിപ്പ്, മാരേജ് ആൻഡ് ഫാമിലി. നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻ കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് റീപ്രൊഡക്ഷൻ, പുനരുൽപാദനത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും ഏതൊക്കെയാണ്? കിൻഷിപ്പും മാരേജും ഫാമിലിയുമാണ്. ഇപ്പൊ റീപ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിനും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് കിൻഷിപ്പും മാരേജ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനുമാണ്? റീപ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ് ഈ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉള്ളത്? കിൻഷിപ്പ്, മാരേജ് ആൻഡ് ഫാമിലി. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ദേ കൺസേൺഡ് വിത്ത് റെഗുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. പവർ, അധികാരത്തെ വിതരണം ചെയ്യുന്നതാണ് ഏത്? പൊളിറ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ അവിടെ ചെയ്യുന്നത്? ദേ ആർ കൺസേൺഡ് വിത്ത് റെഗുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ. ശക്തിയെ, പവറിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു, റെഗുലേഷൻ ചെയ്യുകയും ചെയ്യുന്നു. അടുത്തതാണ് കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്തൊക്കെ വരാം? റിലീജിയസ് വരാം, സിംബോളിക് വരാം, കൾച്ചറൽ പ്രാക്ടീസ് വരാം. അത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? കൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതാണ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഈ ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ടോപ്പിക് ആണ് പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സ്ഥാപനങ്ങളുടെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ്? പെർസ്പെക്റ്റീവ്സ് ഓൺ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. Social institutions are systematic belief and norms that are centered on fulfillment of basic social need. സാമൂഹിക ആവശ്യങ്ങളായിട്ടുള്ള ഏതൊക്കെയാണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ സിസ്റ്റമാറ്റിക്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആർ സിസ്റ്റമാറ്റിക് ബിലീഫ് ആൻഡ് നോംസ് ദാറ്റ് ആർ സെന്റേഡ് ഓൺ ഫുൾഫിൽമെന്റ് ഓഫ് ബേസിക് സോഷ്യൽ നീഡ്. അപ്പോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വിശ്വാസങ്ങളും അതേപോലെ തന്നെ എന്താണ്? ആചാരങ്ങളുമാണ്. അത് ഏതിന്റെ അടിസ്ഥാനമാണ്? അത് സാമൂഹിക സോഷ്യൽ നീഡ്സുമാണ്. ഇപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ബിലീഫും നോംസുമാണ്. അത് സെന്റേഡ് ഓൺ ഫുൾഫിൽമെന്റ് ഓഫ് ബേസിക് സോഷ്യൽ നീഡ്സ്. അതിനെ സാമൂഹിക നീഡ്സ് ആണ് അതിന്റെ അടിസ്ഥാനം. ദി സോഷ്യൽ നീഡ്സ് പെർട്ടൈൻ ടു റീപ്ലേസ്മെന്റ് ഓഫ് മെമ്പർ ഓഫ് ദ സൊസൈറ്റി, റീപ്രൊഡക്ഷൻ ആൻഡ് ഫാമിലി ആൻഡ് പ്രിസർവിംഗ് ഓർഡർ. ഇനി സോഷ്യൽ നീഡ്സ് എന്നുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ നീഡ്സ് പെർട്ടൈൻ ടു റീപ്ലേസ്മെന്റ് ഓഫ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിലെ മെമ്പേഴ്സിനെ റീപ്ലേസ്മെന്റ് ചെയ്യാണ്. എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത് സോഷ്യൽ നീഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അങ്ങനെ പറഞ്ഞാൽ എന്താ വരിക? റീപ്രൊഡക്ഷൻ ആൻഡ് ഫാമിലി. ഇപ്പൊ സോഷ്യൽ നീഡ്സ്, സാമൂഹിക ആവശ്യം എന്ന് പറഞ്ഞാൽ എന്താണ്?
സമൂഹത്തെ റീപ്ലേസ് ചെയ്യുന്നതാണ് സോഷ്യൽ നീഡ്സ്. ദ സോഷ്യൽ നീഡ്സ് പെർട്ടൈൻ ടു replacement of members of the society, reproduction and the family and preserving order. അപ്പോൾ സമൂഹത്തെ റീപ്ലേസ്മെന്റ് ചെയ്യുന്നതാണ് സോഷ്യൽ നീഡ്. ഇനി എന്തിലാണ് റീപ്ലേസ്മെന്റ് ചെയ്യുക? റീപ്രൊഡക്ഷൻ ആൻഡ് ഫാമിലി, പുനരുത്പാദനത്തിലും കുടുംബത്തിലുമാണ് എന്ത് ചെയ്യുന്നത്? റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ദ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിന്റെ ഘടനയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ഇൻസൈറ്റ് ഇൻ ടു ദ സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിന്റെ സ്ട്രക്ചർ ആണ് സാമൂഹിക സ്ഥാപനം പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ആ സ്ട്രക്ചർ? നോംസ് ആൻഡ് ബിലീഫ്, വിശ്വാസങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളുമാണ്. അപ്പൊ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ്? സൊസൈറ്റിയുടെ സ്ട്രക്ചർ ആണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ ടോപ്പിക് പഠിച്ചു? ഒറിജിൻ ഓഫ് ദ ടേം എന്താ പഠിച്ചു, പർപ്പസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ പഠിച്ചു, പെർസ്പെക്റ്റീവ് ഓൺ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി നമ്മൾക്ക് ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവും ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവും ഈ 3 ടോപ്പിക്കും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഈ ചാപ്റ്റർ 10ാമത്തെ യൂണിറ്റ് ഇവിടെ തീരും. ഓക്കെ, ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റിലെ മറ്റൊരു ടോപ്പിക്കിലേക്കാണ് കടക്കുന്നത്. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ്? ഫങ്ഷണലിസ്റ്റ് കാഴ്ചപ്പാട്, പ്രവർത്തനാപരമായ കാഴ്ചപ്പാട് എന്ന് നമുക്ക് പരിശോധിക്കാം. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് highlight the role and service that institution play with regards to the larger society. ഒരു വലിയ സമൂഹത്തിൽ നടക്കപ്പെടുന്ന സ്ഥാപനങ്ങളുടെ പങ്കും അതേപോലെ തന്നെ സർവീസും എത്രത്തോളം ഹൈലൈറ്റ് ചെയ്യുന്നു എന്നാണ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഹൈലൈറ്റ് ചെയ്യുക പറഞ്ഞാൽ എന്താ? ഉയർത്തി കാണിക്കുക. എന്തിനെ? റോൾ ആൻഡ് സർവീസ്, പങ്കിനെയും റോള് പറഞ്ഞാൽ പങ്ക്, സർവീസ് എന്ന് പറഞ്ഞാൽ സേവനം. ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേ വിത്ത് റിഗാർഡ് ടു ദ ലാർജർ സൊസൈറ്റി. ഒരു വലിയ സമൂഹത്തിലെ സ്ഥാപനങ്ങളുടെ റോളും പങ്കും ഉയർത്തി കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഓക്കെ, അപ്പൊ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് പറഞ്ഞാല് ഒരു ലാർജർ സൊസൈറ്റിയിൽ, ഒരു വലിയ സമൂഹത്തിലെ സ്ഥാപനങ്ങളുടെ റോളും അതേപോലെ തന്നെ സർവീസും ഹൈലൈറ്റ് ചെയ്യുക എന്താ? ഉയർത്തി കാണിക്കുന്നതിനെയാണ് എന്തു പറയുന്നത്? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. The functionalist perspective look at the institution as part of whole that is society. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ പ്രധാന പാർട്ട് എന്ന് പറയുന്നത് എന്തെന്നെയാണ്? ഈ സ്ഥാപനങ്ങൾ തന്നെയാണ്. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ലുക്ക് അറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് പാർട്ട് ഓഫ് ഹോൾ ദാറ്റ് ഈസ് സൊസൈറ്റി. സമൂഹത്തിന്റെ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവില് സമൂഹത്തിന്റെ എല്ലാ ഭാഗവും എന്ന് പറയുന്നത് എന്തെന്നെയാണ്? സ്ഥാപനങ്ങൾ തന്നെയാണ്. The value of an institution is understood solely in relation to the service pay for the overall well-being of the society. അതുകൊണ്ട് തന്നെ വാല്യൂ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്ഥാപനങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? അതിൻ്റെ സേവന ബന്ധത്തിലൂടെയുള്ള ഒരു സേവന ബന്ധത്തിലൂടെയുള്ള മൊത്തത്തിലുള്ള കാഴ്ചപ്പാടാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ. ദ വാല്യൂ ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് അണ്ടർസ്റ്റുഡ്. ഒരു സ്ഥാപനത്തിന്റെ വാല്യൂ മനസ്സിലാക്കുക എങ്ങനെയാണ്? റിലേഷൻ ടു ദ സർവീസ്, സേവന ബന്ധങ്ങളിലൂടെ, ഓവറോൾ ബീയിങ് ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിലെ മൊത്തത്തിലുള്ള സേവന ബന്ധങ്ങളിലൂടെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ മൂല്യം കണക്കാക്കുന്നത്. ഒരു സ്ഥാപനത്തിന്റെ മൂല്യം കണക്കാക്കുന്നത് എങ്ങനെയാണ്? സേവന ബന്ധങ്ങളിലൂടെ, സമൂഹത്തിലെ മൊത്തത്തിലുള്ള സേവന ബന്ധങ്ങളിലൂടെയാണ് ഒരു സ്ഥാപനത്തിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി നമ്മൾക്ക്
ഫങ്ഷണൽ നീഡ്സ് ഓഫ് എ സൊസൈറ്റി ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഒരു സമൂഹത്തിലെ ഒരു സൊസൈറ്റിയുടെ സ്ഥാപനങ്ങളുടെ ഫങ്ഷൻ എന്തൊക്കെയെന്ന് നോക്കാം. ഫങ്ഷണൽ നീഡ്സ് പറഞ്ഞ ആവശ്യം. അപ്പൊ ഒരു സൊസൈറ്റിയിലെ സ്ഥാപനങ്ങളുടെ ഫങ്ഷണൽ നീഡ്സുകൾ ഏതൊക്കെ എന്നാണ് പറയുന്നത്. 5 പോയിന്റുകളായിട്ടാണ് അതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ, റീപ്ലേസ്മെന്റ് ഓഫ് പേഴ്സണൽ ദാറ്റ് ദ സൊസൈറ്റി ലോസസ് as a result of death caused by aging, disease, war or migration. Replacement of personnel that society. നമ്മൾ എപ്പോഴാണ് സമൂഹത്തിൽ നിന്നും റീപ്ലേസ്മെന്റ് നടത്തുക? റീപ്ലേസ്മെന്റ് എപ്പോഴാണ്? ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു സൊസൈറ്റി റീപ്ലേസ്മെന്റ് ചെയ്യുക? പലതരത്തിലുള്ള അജയിങ് പ്രോബ്ലംസ്, ഡിസസുകള്, രോഗങ്ങള്, വാറ് ഇതൊക്കെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ മൈഗ്രേഷൻ ചെയ്യപ്പെടുക, അല്ലെ, കുടിയിറക്കപ്പെടുക. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ് എന്താണ്? സോഷ്യലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ്. സാമൂഹ്യവൽക്കരണവും വിദ്യാഭ്യാസവും പുതിയ വ്യക്തികളിലേക്ക് നൽകുക എന്നത് ഫങ്ഷണൽ നീഡ്സ് ആണ്. സോഷ്യലൈസേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ ഓഫ് ന്യൂ മെമ്പേഴ്സ്. തേർഡ് പോയിന്റ് ആണ് പ്രൊഡക്ഷൻ, സർക്കുലേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എമംഗ് മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റി. സമൂഹത്തിലെ എല്ലാ മെമ്പേഴ്സിനും പ്രൊഡക്ഷൻ, ഉൽപാദനവും, സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷനും ഏതൊക്കെ കാര്യത്തിലെ? ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങളും സേവനങ്ങളും സമൂഹത്തിലെ എല്ലാ മെമ്പേഴ്സിനെ എങ്ങനെ എത്തിക്കണം? പ്രൊഡക്ഷനിലൂടെയും സർക്കുലേഷനിലൂടെയും ഡിസ്ട്രിബ്യൂഷനിലൂടെയുമാണ് എത്തിക്കുന്നത്. അപ്പൊ നമ്മള് സാധനങ്ങളും സേവനങ്ങളും ഒരു സൊസൈറ്റിയിലെ മെമ്പേഴ്സിനെ എങ്ങനെ എത്തിക്കണം? പ്രൊഡക്ഷൻ നടത്തണം, സർക്കുലേഷൻ, അതിന്റെ ഒഴുക്കുണ്ടാവണം, വിതരണം ഉണ്ടാവണം. അതാണ് തേർഡ് പോയിന്റ്. അടുത്ത പോയിന്റിലേക്കാണ് പ്രൊവൈഡിങ് ആൻ ഓർഡർ ടു ഡേ ഇന്ററാക്ഷൻ ആൻഡ് ഗവേൺസ്. ഡേ ടു ഡേ, ദിനാദിനങ്ങളിലുള്ള ഇന്ററാക്ഷൻ, ബന്ധം, and governs while stimulously preserving this order through defending against outside attack. അപ്പൊ അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കുകയും ഗവൺമെന്റ് ഡേ ടു ഡേ ദിനാദിനങ്ങളിൽ ഗവൺമെന്റ് എന്ത് നടത്തണം എന്നാ പറയുന്നത്? ഇന്ററാക്ഷൻ, ബന്ധം പുലർത്തുകയും വേണം. പ്രൊവൈഡിങ് ഓർഡർ ടു ഡേ ടു ഡേ. ഡേ ടു ഡേ പറഞ്ഞാൽ എന്താ? ഓരോ ദിനങ്ങളിലും എന്ത് നൽകണം? ഓർഡർ. എങ്ങനെ? ആരെ ഓർഡർ നൽകേണ്ടത്? ഗവേൺസ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്. എന്തിനു വേണ്ടി? ഔട്ട്സൈഡ് അറ്റാക്ക്, പുറത്തു നിന്നുള്ള അറ്റാക്കുകളെ തടയുന്നതിന് വേണ്ടി ഗവൺമെന്റ് ദിനാദിനങ്ങളിൽ ഓർഡറുകൾ നടപ്പാക്കണം. അടുത്ത പോയിന്റ് എന്താ പറയുന്നത്? പ്രൊമോട്ടിംഗ് എ സെൻസ് ഓഫ് belongingness and purpose by allowing people from and resort alliance to associate such as religion, culture, language. അപ്പൊ എന്തിലേക്കാണ് ഒരു അലയൻസ് ടു അസോസിയേഷൻ വരുന്നത്? മതപരമായ കാര്യങ്ങളിലും സാംസ്കാരികപരമായ കാര്യങ്ങളിലും ഭാഷാപരമായ കാര്യങ്ങളിലൊക്കെ ഉള്ള അലയൻസ് ടു അസോസിയേഷനെ പ്രൊമോട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. Promoting sense of belongingness and purpose by allowing people from and resort alliance to association such as religion, culture, language. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഫങ്ഷണൽ നീഡ്സ് ഓഫ് എ സൊസൈറ്റി ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്താണെന്നും അപ്പൊ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ എഴുതിയിട്ടിരിക്കുന്നത് ഷോർട്ട് നോട്ടാണ്. ഈ നോട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് എഴുതിയെടുക്കണം, എന്നിട്ട് വേണം പഠിക്കാൻ. അതല്ലാതെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് വാരി വലിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതിൽ നിന്നും വേണ്ടത് മാത്രമാണ് നമ്മൾ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പൊ ഈ നോട്ടുകളും ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ, റെക്കോർഡിംഗ് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പോയിന്റ്സുകൾ എഴുതി ഇട്ടിട്ട് വേണം പഠിക്കാൻ. അത് നിങ്ങൾക്ക് തരുന്ന ഒരു നോട്ട് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് വ്യക്തമായി എഴുതിയെടുക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അടുത്ത ഈ ചാപ്റ്ററിൽ വരുന്ന മറ്റ് 2 ലാസ്റ്റ് ടോപ്പിക്കുകളാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. അതായത് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുമ്പോൾ
അതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവില്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. കോൺഫ്ലിക്റ്റ് പറഞ്ഞ സംഘർഷം, പെർസ്പെക്റ്റീവ് പറഞ്ഞ കാഴ്ചപ്പാട്. അപ്പൊ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് പറഞ്ഞ സംഘർഷ കാഴ്ചപ്പാടുകൾ. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് agrees with the functionalist perspective in so far as to admit that institution fulfill basic needs of a society. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എഗ്രി നൽകുന്നു എന്തിനെ? ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുൾഫിൽ ബേസിക് നീഡ്സ് ഓഫ് എ സൊസൈറ്റി. സമൂഹത്തിലെ ഓരോ സ്ഥാപനങ്ങളും ബേസിക് നീഡ്സ്, അടിസ്ഥാന ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുമെന്ന് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എഗ്രി ചെയ്യുന്നു. ഇവിടെ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്താണ് എഗ്രി ചെയ്യുന്നത്? സമൂഹത്തിലെ ആവശ്യമായ ബേസിക് നീഡ്സുകൾ സമൂഹത്തിൽ ആവശ്യമായിട്ടുള്ള എല്ലാ ബേസിക് നീഡ്സുകളും എന്ത് ചെയ്യുമെന്നാണ് ഉറപ്പ് നൽകുന്നത്? സമൂഹത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ബേസിക് നീഡ്സുകളും നമുക്ക് ലഭ്യമാക്കുമെന്നാണ് ഈ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഉറപ്പ് നൽകുന്നത്. അപ്പോ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഉറപ്പ് നൽകുന്നത് എന്തൊക്കെ കാര്യത്തിന് വേണ്ടിയാണ്? സ്ഥാപനങ്ങൾക്കും സമൂഹത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി സമൂഹത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് നമുക്ക് എന്ത് നൽകുന്നുണ്ട്? എഗ്രി നൽകുന്നുണ്ട്, ഉറപ്പ് നൽകുന്നുണ്ട്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് has stressed how major institution such as education has worked to privilege the powerful group within a society. Conflict perspective has stressed how major institution കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് സ്ട്രെസ് ചെയ്യുന്നു എങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷനാണ്? എഡ്യൂക്കേഷൻ ഹാസ് വർക്ക്ഡ് ടു പ്രിവിലേജ് ദ പവർഫുൾ ഗ്രൂപ്പ് വിത്തിൻ എ സൊസൈറ്റി. ഒരു വിദ്യാഭ്യാസത്തിലൂടെ ജോലി നേടിയ ഒരു പവർഫുൾ ഗ്രൂപ്പിന് വേണ്ടിയാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് സ്ട്രെസ് ചെയ്യുന്നത്. വിദ്യാഭ്യാസം നേടിയ ഒരു പവർഫുൾ ഗ്രൂപ്പുകൾക്ക് വേണ്ടിയാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നത്? സ്ട്രെസ് ചെയ്യുക. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ഫർദർ സ്ട്രെസ് the institution work toward maintenance of privilege. അതിലൂടെ ഈ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവിലൂടെ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് സ്ട്രെസ് ചെയ്യുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ വർക്ക് ടുവേർഡ്സ് മെയിൻ്റനൻസ് ഓഫ് പ്രിവിലേജ്. അതായത് നമ്മളുടെ പ്രിവിലേജിനനുസരിച്ച് പ്രവർത്തിക്കാൻ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട് എന്നാ പറയുന്നത്? സ്ട്രെസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്തിനാണ് സ്ട്രെസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സ്ട്രെസ് ചെയ്യുന്നത്? അതായത് നമ്മളുടെ പ്രിവിലേജിനനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് സ്ട്രെസ് ചെയ്യുന്നത്? മെയിൻ്റനൻസ് ഓഫ് പ്രിവിലേജ്. മെയിൻ്റനൻസ് ഓഫ് പ്രിവിലേജ് നിലനിർത്താൻ വേണ്ടിയാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് സ്ട്രെസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് പറഞ്ഞാല്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് അഗ്രി വിത്ത് ദ ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഇൻ സോ ഫാർ ആസ് ടു അഡ്മിറ്റ് ദാറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫുൾഫിൽ ബേസിക് നീഡ്സ് ഓഫ് എ സൊസൈറ്റി. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് അഗ്രി നൽകുന്നു എന്ത്? ഇപ്പൊ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിക് നീഡ്സുകൾ നമുക്ക് ഫുൾഫിൽമെന്റ് ചെയ്യും, സംതൃപ്തിപ്പെടുത്തുമെന്നാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് അഗ്രി ചെയ്യുന്നത്. കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് ആർ സ്ട്രെസ്ഡ് how major institutions such as education has worked to privilege the powerful group within a society. സമൂഹത്തിലെ വിദ്യാസമ്പന്നരായിട്ടുള്ള ഒരു പവർഫുൾ ഗ്രൂപ്പിന് രൂപം കൊടുക്കുമെന്നും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് സ്ട്രെസ് ചെയ്യുന്നു. മാത്രമല്ല മെയിൻ്റനൻസ് ഓഫ് പ്രിവിലേജ്, നമ്മളുടെ പ്രിവിലേജ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെ, സ്ഥാപനങ്ങളിലൂടെ നമ്മളുടെ പ്രിവിലേജ് മെയിൻ്റനൻസ് ചെയ്യുമെന്നും ഏത് സ്ട്രെസ് ചെയ്യുന്നുണ്ട്? കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് സ്ട്രെസ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുക. അടുത്തതാണ് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചോളൂ. ഇന്ററാക്ഷനിസ്റ്റ് അൺലൈക്ക് ദ ഫോർമർ ടു ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവ്. ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും
കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവും ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇപ്പൊ ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എങ്ങനെ ഉണ്ടാവുന്നത്? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും പ്രവർത്തനപരമായ കാഴ്ചപ്പാടും സംഘർഷപരമായ കാഴ്ചപ്പാടും കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചപ്പാടിനെയാണ് ഇന്ററാക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. Is interested in the microscopic view of how institutions play out in actual interaction. മൈക്രോകോസ്മിക് എന്ന് പറഞ്ഞാൽ എന്താ? സൂക്ഷ്മമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളെയാണ് എന്ത് പറയുക? ആക്ച്വൽ ഇന്ററാക്ഷൻ എന്ന് പറയുക. സൂക്ഷ്മപരമായിട്ട് സ്ഥാപനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മൈക്രോസ്കോമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സൂക്ഷ്മപരമായി. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവില് അതായത് സൂക്ഷ്മ വീക്ഷണത്തിലാൽ സ്ഥാപനങ്ങളുടെ ഇടപെടലുകളും മാത്രമല്ല പെരുമാറ്റങ്ങളും രൂപപ്പെടുത്തുക എന്നതാണ് ഏതിന്റെ പ്രത്യേകത? ഈ ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇറ്റ് സീക്ക് ടു ക്യാപ്ചർ പാറ്റേൺ ഓഫ് ഹൗ സിറ്റുവേഷൻ ഫ്രെയിം ആൻഡ് ഫീച്ചർ ഇൻ ഇന്ററാക്ഷൻ ആൻഡ് എവരിഡേ ബിഹേവിയർ. ഓരോ എവരിഡേ എല്ലാ ദിനത്തിലുമുള്ള നമ്മളുടെ സ്വഭാവം എത്രത്തോളം അതിന്റെ സിറ്റുവേഷൻ നല്ലതാണ് എന്ന് പരിശോധിച്ചുകൊണ്ടാണ് ഏത് രൂപം കൊടുക്കുന്നത്? ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഇറ്റ് ഫിക്സ് ടു ക്യാപ്ചർ പാറ്റേൺ ഓഫ് ഹൗ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ആൻഡ് ഫ്യൂച്ചർ ഇൻ ഇന്ററാക്ഷൻ എവരിഡേ ബിഹേവിയർ. അതായത് എവരിഡേ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? എവരിഡേ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ദൈനംദിന പെരുമാറ്റങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുകയും ഫീച്ചർ ചെയ്യുന്നു എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ്. അതായത് ദൈനംദിനമുള്ള നമ്മളുടെ പെരുമാറ്റങ്ങൾ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നതിന്റെ പാറ്റേണുകൾ പകർത്താനാണ് ഏത് ശ്രമിക്കുന്നത്? ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ് ശ്രമിക്കുന്നത്. നമ്മളുടെ ദൈനംദിന രീതികൾ എങ്ങനെയൊക്കെയാണ് അത് സൂക്ഷ്മമായി പരിശോധിക്കുകയും അതെങ്ങനെയാണ് നമ്മൾ പ്രാവർത്തികമാക്കുന്നത് എന്നതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പൊ ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ് രണ്ടെണ്ണം ചേരുമ്പോഴാണ് ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ് ഉണ്ടാവുക. ഏതൊക്കെ? ഫങ്ഷണലിസ്റ്റ് പെർസ്പെക്റ്റീവും കോൺഫ്ലിക്റ്റ് പെർസ്പെക്റ്റീവും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന തിയറിയാണ് ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ്. അത് സൂക്ഷ്മമായിട്ടാണ് പരിശോധന നടത്തുക. മാത്രമല്ല നമ്മളുടെ ദൈനംദിനത്തിലുള്ള സ്വഭാവം ബിഹേവിയർ ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? അതിന് ദൈനംദിന സ്വഭാവത്തിനാണ് അവിടെ രൂപം കൊടുക്കുന്നത്, അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇന്ററാക്ഷനലിസ്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാനുള്ളത് കേട്ടോ. ഇപ്പൊ 10ാമത്തെ യൂണിറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഈ ബ്ലോക്കിൽ 4 യൂണിറ്റും കൂടി ഉള്ളൂ. 11, 12, 13, 14 ഇത്രയും യൂണിറ്റുകൾ കൂടി എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് തന്നെ കംപ്ലീറ്റ് ആകും. ഓക്കെ.